കത്ത് തുടങ്ങുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ കാണിച്ചുകൊണ്ടാണ്. അവിടെ കാത് കേൾക്കാനും സംസാരിക്കാനും സാധിക്കാത്ത ഒരു ലേഡിയെ പോലീസുകാർ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ജോലി ചെയ്തിരുന്ന ഷോപ്പിൽ നിന്ന് അവർ കാശ് മോഷ്ടിച്ചു എന്ന പേരിൽ ആ ഷോപ്പ് ഓണർ കേസ് കൊടുത്തതിന് പ്രകാരമാണ് അവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അവർക്ക് സൈൻ ലാംഗ്വേജ് വഴിയല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് അവിടുത്തെ ഓഫീസേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നു, ഇല്ല ഇവർക്കൊന്നും മനസ്സിലാവുന്നു. അങ്ങനത്തെ രണ്ടുപേർക്കും ഇടയിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്ററായി വർക്ക് ചെയ്യുന്ന മൂമുവിനെ വിളിക്കുന്നുണ്ട്. മൂമു അവിടെ എത്തി അവരോട് സംസാരിക്കുമ്പോൾ ഇതൊരു കള്ളക്കേസാണെന്നും ആ ഷോപ്പ് ഓണർ തന്നെ കൊടുക്കാനായി ചെയ്യുന്നതാണെന്നും ആരോപണ വിധേയായ ആ ലേഡി മൂമുവിനോട് പറയുമ്പോൾ അവരുടെ വാക്കിലെ സത്യസന്ധതയും ഒപ്പം ഇതിനെപ്പറ്റി ആ ഷോപ്പ് ഓണറിനോട് ചോദിക്കുമ്പോൾ അയാൾ ഉരുണ്ടു കളിക്കുന്നതും കണ്ട് മനസ്സിലാക്കുന്ന മൂമു എന്തായാലും കേസ് കോടതി പോകും, അവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കാം, നിങ്ങളുടെ സത്യം തെളിയിക്കാനായി ഞാൻ സഹായിക്കാം എന്നെല്ലാം പറയുമ്പോൾ ഇവർക്കായിട്ട് ഒരു അഡ്വക്കേറ്റിനെ വെക്കാനും ഒന്നും കാശില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് മൂമു അത് മുൻകൈ എടുത്ത് പറയുന്നത്. എന്തായാലും മൂമു പറയുന്ന ആ കാര്യം കേൾക്കുന്നവർ ഒരു പരിചയമില്ലാത്ത തന്നെ മൂമു ഇങ്ങനെ സഹായിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നുണ്ട്. അങ്ങനെ മൂമു തന്നെ ആ ലേഡിക്ക് വേണ്ടി കേസ് മുന്നോട്ട് കൊണ്ടുവരാനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായി ഒരുങ്ങുന്നത് കണ്ട് അവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാ ഒരു പരിചയമില്ലാത്ത അവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മൂമുന് ഇതുപോലെ കാത് കേൾക്കാനൊക്കെ സാധിക്കാത്ത ആളുകളോട് പ്രത്യേക ഒരു മമതയുള്ളത് കണക്ക് തോന്നുന്നല്ലോ എന്ന് പറയുമ്പോൾ അതെ സാർ, കാരണം ഞാൻ വളർന്നത് കാത് കേൾക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ ചുറ്റിനുമാണ്. എന്റെ കുട്ടിക്കാലം മനോഹരമാക്കിയത് അങ്ങനെയുള്ളവരായിരുന്നു എന്ന് മൂമു പറയുന്നുണ്ട്. അങ്ങനെ അവിടെ കൊണ്ട് നമ്മൾ പിന്നീട് പോകുന്നത് മൂമുവിന്റെ ഫ്ലാഷ് ബാക്കിലേക്കാണ്. കുഞ്ഞായിരുന്ന മൂമുവിന്റെ ആ ഒരു ജീവിതത്തിലേക്ക്. അവളുടെ ഇപ്പൊ നേരെ ഒരാളെ കാണാനായി പോവാണ്. അയാളാകട്ടെ ജോലിക്ക് കൂലിപ്പണിക്കാരെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. അയാൾക്ക് ഒരു AC റിപ്പയർ ചെയ്യാനായിട്ടുള്ള ആളെയാണ് ആവശ്യം. അങ്ങനെ കുറച്ചു പേര് അവിടെ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെ ഓരോ റേറ്റ് പറയുന്നുണ്ട്, $100 എന്നൊക്കെ. പക്ഷെ ഇതിൽ കുറവ് റേറ്റ് പറയുന്ന ആളെ അയാൾ വിളിക്കുമെന്ന് മനസ്സിലാക്കുന്ന മൂമു അത് കേട്ട ശേഷം എന്റെ അച്ഛൻ $50 AC റെഡിയാക്കി തരുമെന്ന് പറയുമ്പോൾ എവിടെ നിന്റെ അച്ഛൻ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മൂമു അവളുടെ അച്ഛനെ കാട്ടുന്നു. ആക്ച്വലി മൂമുന്റെ അച്ഛന് കാത് കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ മൂമു ആണ് ഇതുപോലെ അച്ഛന് വേണ്ടി വർക്ക് പിടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോ AC റെഡിയാക്കാനായി അവർ വന്ന് നിൽക്കുമ്പോഴാണ് പണി കിട്ടിയ കാര്യം മനസ്സിലാവുന്നത്. ആക്ച്വലി അവിടെ റെഡിയാക്കാനായിട്ടുള്ളത് ചെറിയ വീട്ടിൽ വെക്കുന്ന കൈൻഡ് ഓഫ് AC ആയിരുന്നില്ല, മറിച്ച് വലിയ ബിൽഡിങ്ങിന്റെ പുറത്ത് റൂഫ് ടോപ്പിൽ വെക്കുന്ന വലിയ വലിയ AC ഇല്ലേ, അത്തരത്തിലുള്ളതായിരുന്നു. അങ്ങനെ അത് റെഡിയാക്കുന്ന മൂമുന്റെ അച്ഛൻ അവളോട് സൈൻ ലാംഗ്വേജ് വഴി പറയുന്നുണ്ട്, മോളെ പണി പിടിക്കുമ്പോൾ നോക്കിയും കണ്ടും പിടിക്കണ്ടേ, ഇത് വലിയ AC, ഇതൊക്കെ റെഡിയാക്കുന്നത് തന്നെ നല്ല പണിയുള്ള കാര്യമാണ്, അതിന് ചെറിയ തുകയല്ലേ നമുക്ക് കിട്ടുള്ളൂ എന്ന് അച്ഛൻ പറയുമ്പോൾ സാരമില്ല അച്ഛ, കാശ് കിട്ടാനായിട്ട് ജോലി ചെയ്യണമെന്നല്ല അച്ഛൻ പറയുന്നത്, ഇപ്പൊ ഈ ഒരു ജോലി കിട്ടിയതുകൊണ്ട് $50 എങ്കിലും കിട്ടില്ലേ, സാരമില്ലെന്നെല്ലാം അവൾ അച്ഛനെ സമാധാനിപ്പിക്കുന്നു. എന്തായാലും ഈ അച്ഛനും മകളും തമ്മിൽ ഭയങ്കരമായ ബോണ്ടിങ് ആണ്. അവരെങ്ങനെ ഹാപ്പി ആയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ആവശ്യ സാധനങ്ങളും വാങ്ങിച്ച് അങ്ങനെ അവർ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് പടിക്കെട്ടുകൾ കയറണം. മൂമുവിനെ എടുത്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പടിക്കെട്ടുകളും കയറി താമസ സ്ഥലത്ത് എത്തുമ്പോൾ അവിടെ മൂമുവിന്റെ അച്ഛനെ കണക്ക് തന്നെ കാത് കേൾക്കാനൊന്നും സാധിക്കാത്ത കുറെ അധികം പേരുണ്ട്. അവരൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കൈൻഡ് ഓഫ് ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂമു അങ്ങനെ അവരെ കണ്ടപാടെ കുശലമൊക്കെ പറഞ്ഞ് ഗെയിം കളിക്കാനായി കൂടുമ്പോൾ ഇല്ല അവർക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ നിർബന്ധിച്ച് അവളെ പഠിക്കാനായി കൊണ്ടുവന്നു. ആക്ച്വലി സ്കൂളിലൊന്നും മൂമു പോകാൻ തുടങ്ങിയിട്ടില്ല. അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവളെ സ്കൂളിൽ വിടുന്നില്ലെങ്കിലും അവളെ വീട്ടിൽ ഇരുത്തി ഓരോ എഡ്യൂക്കേഷണൽ ടോയ്സ് ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ അച്ഛൻ ശ്രദ്ധിക്കാറുണ്ട്. മൂമു ആണെങ്കിൽ വളരെ സ്മാർട്ടാണ്, അവൾ അതൊക്കെ നന്നായി പഠിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ അത് അവർ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഇപ്പുറത്ത് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന ഈ കാത് കേൾക്കാൻ വയ്യാത്ത ആളുകൾക്കിടയിൽ ആരോ ഒരാൾ കള്ളക്കളി കളിച്ചതിന്റെ പേരിൽ ഭയങ്കര കൂട്ടയടിയാവുന്നുണ്ട്. അത് കണ്ടത് തടയാനായി മൂമുവിന്റെ അച്ഛൻ പോകുമ്പോഴേക്കും മൂമു അങ്ങോട്ട് എത്തി ഇത് കാണൂ എന്ന് കാണുന്ന അച്ഛൻ അവര് വഴക്കുണ്ടാക്കുകയല്ല മോളെ, അവര് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാനായി നോക്കുന്നുണ്ട്. കൂടാതെ ആ വഴക്കിട്ടോണ്ടിരുന്നവരും മൂമു തങ്ങൾ വഴക്കിടുന്നു എന്നത് കണ്ടു എന്ന് കണ്ടപാടെ ഡാൻസ് കളിക്കുന്ന കണക്ക് മുഖഭാവം മാറ്റുന്നു. കാരണം അവർക്കൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടവളാണ് മൂമു. ആ കുട്ടി പേടിക്കുന്ന കണക്ക് ഇവരുടെ വഴക്കൊന്നും മാറുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അങ്ങനെ അവരൊക്കെ ഇപ്പൊ വഴക്കിന്റെ മൂടിൽ നിന്ന് ഹാപ്പിയായി ഡാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും ഇവർ കാത് കേൾക്കാത്തവരല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എത്രത്തോളം ലൗഡ് ആണെന്നത് അവർക്കറിയില്ലല്ലോ. നമ്മളിപ്പോ ഹെഡ്സെറ്റ് വെച്ചിരുന്ന് പാട്ടോ വല്ലതും കേൾക്കുന്ന ടീം ആരെങ്കിലും നമ്മളോട് വല്ലതും ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ ആ കേൾക്കുന്ന പാട്ടിനേക്കാൾ സൗണ്ടിൽ സംസാരിക്കും, അത് ഭയങ്കര സൗണ്ട് ആയിരിക്കും. അതേ കണക്ക് തന്നെ ഇവർ ഭയങ്കര ലൗഡ് ആയിട്ടാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അയൽക്കാരൊക്കെ കംപ്ലൈന്റ് ചെയ്ത് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പോലീസുകാർ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ മൂമു ചെന്ന് നോക്കുമ്പോൾ അവൾ പോലീസുകാരെ കണ്ട് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആക്കി അണച്ച് കൂടെയുള്ളവർക്ക് സിഗ്നൽ കൊടുക്കുമ്പോൾ അവരങ്ങനെ ശാന്തരായി ഇരിക്കുന്നുണ്ട്. ഈ ടീം അകത്തേക്ക് വരുന്ന പോലീസുകാർ സംസാരിക്കുന്നതിന് മുന്നേ മൂമു പറയുന്നുണ്ട്, സാർ ഇവിടെ ഉള്ളവർക്കൊന്നും കാത് കേൾക്കില്ല, അതുകൊണ്ട് സാർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് എന്നോട് പറയണേന്ന്. തുടർന്ന് മൂമു പോലീസുകാർ ഇവിടെ എന്താ വഴക്ക് നടക്കുകയാണോ, കൂടാതെ എന്തൊക്കെയോ ഗെയിമുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇല്ലീഗലായ ഗെയിമാണോ, അങ്ങനെയാണല്ലോ കംപ്ലൈന്റ് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ മൂമു സൈൻ ലാംഗ്വേജ് വഴി കൂടെയുള്ളവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനൊന്നും ഇല്ലാന്ന് അവരും ആംഗ്യം കാണിക്കുന്നു. ഈ സമയം മൂമുവിന്റെ അച്ഛൻ എവിടെയെന്നെല്ലാം പോലീസ് ചോദിക്കുമ്പോൾ അച്ഛൻ മുമ്പോട്ട് എത്തുന്നുണ്ട്. അമ്മ എവിടെയും ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ ഇല്ല സാർ, ജോലിക്ക് വെളി പോയിരിക്കെന്ന് അവൾ പറയുന്നുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് അപ്പം എത്തുന്ന ഇവരുടെ ഒരു പരിചയക്കാരൻ പോലീസിനോട് സാർ വിചാരിക്കുന്ന എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. അന്ന് രാത്രിയായിട്ട് അച്ഛൻ ഫാമിലി ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മൂമുന്റെ കുഞ്ഞിലെ എടുത്ത ഫോട്ടോ ആണത്. അത് കാണുന്ന മൂമു, അച്ഛ അമ്മ എപ്പോ വരും, ഞാൻ അമ്മയുടെ മുഖവേ മറന്നുപോയി,
എന്നിങ്ങനെ പറയുമ്പോ അമ്മ മോള് സ്കൂളിൽ പോകാറാവുന്ന ടീം എത്തുമെന്ന് അച്ഛൻ പറയുമ്പോ എനിക്ക് സ്കൂളിലൊന്നും പോകണ്ട, ഞാൻ അച്ഛന്റെ കൂടെ ഇല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ ജോലിക്ക് പോകും, ഞാനല്ല അച്ഛന് വേണ്ടി ജോലിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കുന്നതെന്ന് അവൾ പറയുമ്പോ അങ്ങനെയല്ല, പഠിത്തം ഭയങ്കര ഇമ്പോർട്ടന്റാ, നന്നായി പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവണ്ട എന്റെ മോള്, അല്ലെങ്കിൽ അച്ഛനെ പോലെയുള്ളവരെ സഹായിക്കുന്ന സൈൻ ട്രാൻസ്ലേറ്റർ എങ്കിലും ആവണ്ടേന്നൊക്കെ ചോദിച്ച് അച്ഛൻ സംസാരിക്കുമ്പോ അച്ഛ അമ്മയെ കാണാൻ എങ്ങനെ ഇരിക്കും, എന്നെ പോലെയാണോ ഉള്ളതെന്ന് അമ്മയെ ഓർമ്മയില്ലാന്ന് പറഞ്ഞവൾ ചോദിക്കുമ്പോ അല്ലല്ല നീ എന്നെ പോലെയല്ലേ ഉള്ളതെന്ന് അച്ഛൻ പറയുമ്പോ അയ്യേ അച്ഛനെ പോലെയോ, അച്ഛന്റെ മൂക്ക് വലുതാ പിരിവും വലുതാ, എന്റേത് അങ്ങനൊന്നും അല്ല എന്തെങ്കിലും അവൾ പറയുന്ന ടീം അപ്പൊ നീ എന്തീ പറയുന്നേ, എന്നെ കാണാൻ കൊള്ളില്ല എന്നാണോ എന്ന് ചോദിച്ച് പറയുന്ന അച്ഛനെ ഒരു മാഗസിൻ എടുത്ത് ഞാൻ ഇതുപോലെ ആവുമെന്ന് പറഞ്ഞ് കാണിക്കുമ്പോ മൂമൂ കളിയാക്കി ചിരിക്കുന്നു. അച്ഛൻ നോക്കുമ്പോ അതിലൊരു സിനിമാ നടിയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അയ്യോ പേജ് മാറിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ ജാക്കി ചാന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതുപോലെ ആവും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരു തമാശകളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ആവട്ടെ താമസ സ്ഥലത്തേക്ക് ഒരു ലേഡി എത്തുന്നത് മൂമു കണ്ട് ആകെ ഞെട്ടിപ്പോന്നു. ആ ലേഡിയെ കണ്ട് അച്ഛനും ഞെട്ടുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, മൂമുന്റെ അമ്മയായിരുന്നു. തുടർന്ന് ഇവർ രണ്ടുപേരും തനിയൊരു റെസ്റ്റോറന്റിൽ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഇത്രയും നാള് മൂമുനെ നോക്കിയതിന് താങ്ക്സ്, അവളെ ഞാൻ കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് ഈ അമ്മ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി മൂമുന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആയവരാണ്. കൊച്ചിനെ വേണ്ടാന്ന മട്ടില് ഈ അമ്മ അവരുടെ ജോലിയും കാര്യങ്ങളുമായി മാറിയതായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊന്നും തന്നെ അച്ഛൻ മൂമുനോട് പറഞ്ഞിട്ടില്ല. ഒരു നാൾ അമ്മ വരുമെന്ന് മാത്രമേ അവളോട് പറഞ്ഞിട്ടുള്ളൂ. അവൾ വിഷമിക്കേണ്ടെന്ന് കരുതി. ഇപ്പൊ തിരിച്ചെത്തുന്ന ഇവർ എനിക്ക് ഇപ്പൊ ആവശ്യത്തിന് കാശുണ്ട്, ഇത്രയും നാള് അവളെ നോക്കിയതിന് നന്ദി, ഇനി അവളെ എനിക്ക് തന്നേക്കെന്ന് പറയുമ്പോൾ അത് പറ്റില്ലാന്ന് ഈ അച്ഛൻ പറയുന്നുണ്ട്. പകരം കാശ് തരാന്ന് അവർ ഓഫർ ചെയ്യുമ്പോൾ അതെങ്ങനെ നടക്കും, ഞാൻ കാശിന് വേണ്ടിയൊന്നും അല്ല അവളെ നോക്കിയത്, എന്റെ കടമ, അവൾ എന്റെ മകളാ, അവളെ വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ നീ ഇത്രയും നാള് ഞാൻ അവളെ നോക്കിയ ശേഷം ഇപ്പൊ വന്നാ ഞാൻ അവളെ തരാൻ പോകുന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇമോഷണലായി. എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് മൂമുനെ വേണം, ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ, കേസ് വാദിച്ച് അവളെ എനിക്ക് തന്നെ കിട്ടുന്നെല്ലാം അവർ പറയുമ്പോൾ മൂമുന്റെ അച്ഛൻ ആകെ തകരുന്നുണ്ട്. അങ്ങനെ തിരിച്ചെത്തി കൂടെയുള്ള തന്റെ ആ ഒരു ഫ്രണ്ട്സിന്റെ അടുത്ത് അദ്ദേഹം കാര്യം പറയുമ്പോൾ അയ്യോ കേസൊക്കെ ആയി കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ വിടാനേ കോടതി വിധി വരുള്ളൂ എന്ന് ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ അതിങ്ങനെ നടക്കും, ഇത്രയും വർഷം അത് 5-6 വർഷം മൂമുനെ പൊന്നുപോലെ നോക്കിയത് അവളുടെ ഈ അച്ഛനല്ലേ, പിന്നെ ഇപ്പൊ വന്ന അമ്മയ്ക്ക് ഇങ്ങനെ കൊച്ചിനെ കൊടുക്കാൻ പറ്റുമെന്ന് മറ്റൊരാൾ പറയുമ്പോൾ നമുക്കേ മൂമുനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അപ്പോ ഇവന്റെ കാര്യം കഷ്ടാവുമല്ലോ എന്നൊക്കെ അവരങ്ങനെ പലതും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂമുന്റെ അച്ഛന് ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട് എന്തായാലും നിന്റെ വൈഫ് കേസ് കൊടുക്കാൻ പോവല്ലേ, അപ്പൊ നമുക്ക് ഒരു ലോയറിനെ വേണം, എന്റെ പരിചയത്തിൽ ഒരു ലോയർ ഉണ്ട്, നമുക്ക് അവരെ ചെന്ന് കാണാമെന്നും പറഞ്ഞ് ആ ലോയർ ലേഡിയെ ചെന്ന് കാണുന്നു. അവർക്ക് സൈൻ ലാംഗ്വേജ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ മൂമുന്റെ അച്ഛനെയും കൂട്ടി ഒരാളെ കാണാനായി പോകുന്നുണ്ട്. ആ ടീം കാർ ഓടിക്കാനായി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. ആദ്യം പതുക്കെയാണ് അദ്ദേഹം കാർ ഓടിക്കുന്നത്. ഈ ഇത്രയും പതുക്കെ കാർ ഓടിച്ചാൽ എങ്ങനെ ശരിയാവുന്നൊക്കെ ചോദിച്ചു അവർ സൈൻ ലാംഗ്വേജിലൂടെ ദേഷ്യപ്പെടുമ്പോൾ സ്പീഡിൽ അങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. തുടർന്ന് ഇവർ പോയി കാണുന്നത് ഒരു ജഡ്ജിയാണ്. ആ ജഡ്ജി പറയുന്നുണ്ട് ഇതുപോലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ജഡ്ജ് ആദ്യം നോക്കുക ഇപ്പൊ മൂമുന്റെ കസ്റ്റഡി ഉള്ള അച്ഛന് അവളെ നന്നായി നോക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ്. നല്ലൊരു എഡ്യൂക്കേഷനും നല്ലൊരു ജീവിത സാഹചര്യവും അവൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് കുട്ടിയുടെ കസ്റ്റഡി കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിനുവേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാനായി പറയുന്നു. ഇതേ ടീം ഒരു ലോയറെ ചെന്ന് മൂമുന്റെ അമ്മയും കാണുന്നുണ്ട്. ആ ലോയർ ആകട്ടെ മൂമുന്റെ ലൈഫ് അവളുടെ അച്ഛന്റെ കൂടെ ജീവിച്ച പച്ച പിടിക്കില്ല, അല്ലെങ്കിൽ അവളുടെ അച്ഛന് അവൾക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും അബ്യൂസോ കാര്യങ്ങളോ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അവൾക്ക് ഉണ്ടാവുന്നു, നന്നായി ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പ്രൂവ് ചെയ്ത് എടുത്താൽ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്രയും നാള് കുട്ടിയെ പൊന്നുപോലെ നോക്കിയ അച്ഛന്റെ കൂടെ തന്നെ സാഹചര്യങ്ങൾ മറിച്ചാണെങ്കിൽ കോടതി വിടുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും അപ്പോഴേക്കും മൂമുന്റെ അച്ഛൻ ഇവിടെ ഇത്രയും കാത് കേൾക്കാത്തവരുടെ കൂടെ താനും മൂമുവും ജീവിക്കുന്നു എന്നത് കേസ് സമയത്ത് ഒരു നെഗറ്റീവ് മാർക്ക് ആവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി മൂമുനോട് നമ്മൾ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ മുന്നേ തന്റെ അമ്മയെ കണ്ട് മൂമു അച്ഛ അമ്മ എവിടെ, അമ്മയുടെ അച്ഛന്റെയും കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല മോളെ അത് നടക്കില്ല എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അതെന്താ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് അവളുടെ ചോദ്യത്തിന് അമ്മയ്ക്ക് മോളെ ഇഷ്ടമാ, അമ്മയ്ക്ക് അച്ഛനെ ഇഷ്ടമല്ലാത്തതെന്ന് അച്ഛൻ പറയുമ്പോൾ പക്ഷെ എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ട, അച്ഛനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോയില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ മൂമുനെ സ്കൂളിൽ ചേർക്കണം, പക്ഷെ അത് താൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കുന്ന മൂമുന്റെ അച്ഛൻ ആ ഒരു ലോയർ ലേഡിയുടെ അടുത്ത് സഹായത്തിനായി ചെല്ലുന്നുണ്ട്. ഇങ്ങനെ സ്കൂളിൽ പോകാനായി സഹായിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അതല്ല പണി എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ പ്ലീസ് പ്ലീസ് എന്ന് കെഞ്ചുന്ന അദ്ദേഹം ഒരു വോയിസ് റെക്കോർഡ് ഇവരെ കേൾപ്പിക്കുന്നു. മൂമു സ്കൂളിൽ ചേരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചാണ് അദ്ദേഹം അത് കേൾപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കാത് കേൾക്കില്ലല്ലോ അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കാനായി. പക്ഷെ ആ വോയിസ് റെക്കോർഡിൽ ആക്ച്വലി മൂമു ഒരു പാട്ട് കണക്ക് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. എന്റെ അച്ഛന്റെ കാത് കേൾക്കില്ല, അതുകൊണ്ട് സ്കൂളിൽ എന്നെ ചേർക്കാനുള്ള കാര്യങ്ങൾ അച്ഛൻ വന്ന് സംസാരിക്കാൻ കഴിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നും പറഞ്ഞ ഒരു പാട്ട് പാടുന്ന കണക്ക് അവളിങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ട് ആ ലേഡിക്ക് ചിരി വരുന്നുണ്ട്. അവർ കൂടെ ചെല്ലാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ മൂമുനെ ചേർക്കാനായി ഒരു സ്കൂളിൽ പോയി ഇവർ ഹസ്ബൻഡും വൈഫും അവരുടെ കുഞ്ഞാണ് മൂമു എന്ന രീതിക്ക് ഇരിക്കുകയാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ പല കാര്യങ്ങളും മൂമുനോട് ചോദിക്കുന്നുണ്ട്. 1+1 എത്രയാണ്, ഒരു റൈം പാടാവോ എന്നിങ്ങനെ പലതും. പക്ഷെ മൂമു ഒന്നും മിണ്ടാതിരിക്കുമ്പോൾ അത് പിന്നെ ഇപ്പൊ കുട്ടി കുറച്ച് ടെൻഷൻ ആയതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന വീട്ടിൽ കലവില്ല സംസാരമാണെന്ന് ലോയർ പറയുന്ന കൂട്ടത്തിൽ എന്റെ മോൾ ഒരു മിടിക്കുകയാണെന്നും പറയുമ്പോൾ മോളോ ആരുടെ മോളൊന്നും പറ്റില്ല. മൂമു തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ നോക്കാതെ മര്യാദയ്ക്ക് ഉത്തരം പറയാനേ അവർ പറയുമ്പോഴും മൂമു ഒന്നും മിണ്ടുന്നില്ല. ഇതുപോലെ ആക്റ്റീവ് അല്ലാത്തൊരു കുട്ടിയൊന്നും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ആ പ്രിൻസിപ്പൾ പറയുമ്പോൾ അവർ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. മേഡം അങ്ങനെ
പറയരുത് പ്ലീസ്. മൂമുന്റെ അച്ഛൻ ഡെഫ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹമാണ് ഇത്രയും നാളെ മൂമുന്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളത്. അപ്പോ അച്ഛന്റെ കൂടെ ജീവിച്ച് അവള് കുറച്ചൊന്ന് സൈലന്റ് ആയി പോയതാണ്, അല്ലാതെ അവൾക്ക് യാതൊരു കുഴപ്പമില്ല. അവളെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാനായി ഇതുപോലെ നല്ലൊരു സ്കൂളും കാര്യങ്ങളും ഒക്കെ വേണം. അതുകൊണ്ട് മേഡം സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കണം. അവൾ നന്നായി സംസാരിക്കുന്ന വളരെ ആക്റ്റീവായ മിടുക്കിയായ ഒരു കുട്ടിയതെ ഞാൻ അവളുടെ ഒരു വോയിസ് കേൾപ്പിക്കാന്ന് പറഞ്ഞ മുന്നത്തെ റെക്കോർഡ് കേൾപ്പിക്കാനേ ഒരുങ്ങുമ്പോഴേക്കും അതിനു മുന്നേ മൂമു സംസാരിക്കുന്നു. 1+1 2, 2+2 4 എന്നിങ്ങനെ പറയുന്ന അവൾ എനിക്ക് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അറിയാം, ഹംടി ഡംടി അറിയാം എന്നിങ്ങനെ റൈംസിനെ പറ്റിയോടെ പറയുമ്പോൾ അവൾ ഇത്രയും നേരം മനഃപൂർവ്വം മിണ്ടാതിരുന്നതാണെന്ന് മനസ്സിലാക്കുന്ന മാം അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി അവിടെ പഠിപ്പിക്കാനായി സമ്മതിക്കുന്നു. എന്തെല്ലാം ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്ത ശേഷം ലോയർ പ്രത്യേകം അച്ഛനോട് പറയുന്നുണ്ട്, സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാ, അതിന് നല്ല കാശിലവുണ്ട്, പിന്നെ മറ്റൊരു നല്ല സ്ഥലത്തേക്ക് താമസം മാറാൻ പോവാ, അതിനും ചെലവുണ്ട്, വിചാരണ ആരംഭിക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ സെറ്റ് ആക്കണം, അപ്പൊ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്റെ മകളെ വിട്ടുകളയാതിരിക്കാനായി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആ അച്ഛനും പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ താമസിക്കുന്ന ആ ഒരു ഡെഫ് കമ്മ്യൂണിറ്റി പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് തനിയൊരു സ്പേസിലേക്ക് ഇവർ മാറാനായി ഒരുങ്ങാണ്. ഇവർക്കൊക്കെ മൂമൂനെ വിട്ടുപിരിയുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. എന്നിരുന്നാലും നല്ലൊരു ഭാവിക്കായിട്ടല്ലേ എന്ന് ആശ്വസിച്ച് അവരൊക്കെ ഇവർക്ക് സഹായത്തിനായി കയ്യിലുള്ള ഓരോ സാധനങ്ങളൊക്കെ കൊടുത്തുവിടുന്നു. ഇവരെല്ലാവരും കൂടി ഒന്നിച്ചെടുത്ത ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ മൂമൂന് വളർത്താനായി മീനുകളെയൊക്കെ ഈ കൊടുക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നന്നായി പഠിക്കണം, നന്നായി ഫുഡ് കഴിക്കണം, മിടുക്കിയായി വളരണം എന്നൊക്കെ അവളെ വിഷ് ചെയ്ത് അവർ യാത്രയാക്കുമ്പോൾ മൂമു ഭയങ്കര സങ്കടത്തിലാണ്. എന്തായാലും അച്ഛൻ വർക്ക് ചെയ്യാനായി ചെറിയൊരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിനടുത്ത് തന്നെയുള്ള ചെറിയൊരു റൂം സ്പേസിലാണ് ഇവരുടെ താമസവും അച്ഛൻ ഇപ്പൊ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുഞ്ഞൊരു സ്പേസ് ആണ്, പക്ഷെ അവിടെ ഇവരിപ്പോ ഇവരുടെ വീടാക്കി മാറ്റിയെടുക്കാനേ ഒരുങ്ങുന്നു. അങ്ങനെ മൂമുവും അച്ഛനും അവിടെ താമസം ആരംഭിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ കിടന്നുറങ്ങുന്ന മൂമുവിനെ ഒരുവിധം വിളിച്ചുണർത്തി റെഡിയാക്കി അച്ഛൻ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്ന് അവളുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. മൂമുവിന് സ്കൂളിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല. അവൾക്ക് അച്ഛന്റെ കൂടെ ചുറ്റിപ്പറ്റി നടക്കാനാണ് ഇഷ്ടം. പക്ഷെ അവൾ വളരെ ഇന്റലിജന്റ് ആയ പെൺകുട്ടിയാണ്. എന്തായാലും മൂമു അങ്ങനെ ചിണുങ്ങി നിൽക്കുമ്പോൾ സ്കൂളിൽ പോയി നന്നായി പഠിക്കണം, സ്കൂളിൽ ബാക്കിയുള്ള കുട്ടികൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണക്ക് തന്നെ മോളും ചെയ്യണം, സൈൻ ലാംഗ്വേജ് വഴിയൊന്നും അവിടെ സംസാരിക്കേണ്ട എന്നൊക്കെ അവരൊന്ന് പറഞ്ഞു കൊടുത്ത് നിൽക്കുന്ന ടീം. അവിടേക്ക് മൂമു ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന കാര്യം അറിഞ്ഞ് അമ്മ എത്തിയിട്ടുണ്ട്. അമ്മ അവൾക്ക് കോസ്റ്റ്ലി ആയ ഒരു പൗച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും വാങ്ങി മൂമു ക്ലാസ്സിലേക്ക് എത്തുന്നു. ഇതേ ടീം അച്ഛൻ ജോലി ചെയ്യുന്നത് ഒരു ഹോട്ടലിലാണ്. അവിടുത്തെ ക്ലീനിങ് ജോലികളൊക്കെയാണ് ചെയ്യുന്നത്. മൂമു ആകട്ടെ ആ ഒരു ക്ലാസ്സിൽ അങ്ങനെ പോകുന്നു, അച്ഛൻ ജോലിക്ക് പോകുന്നു. ക്ലാസ് കഴിഞ്ഞ് അവൾ എത്തുമ്പോൾ അച്ഛൻ പോയി വിളിച്ചോണ്ട് വരുന്നു. അങ്ങനെ അവർ ഹാപ്പി ആയി കുഴപ്പമില്ലാതെ ലൈഫ് മുന്നോട്ട് പോവാണ്. പക്ഷെ ആക്ച്വലി മൂമുന് ഇത്രയും നാള് കാത് കേൾക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ജീവിച്ചിട്ട് ഇപ്പൊ ഇതുപോലെ കുറെ കുട്ടികളുടെ ഇടയിലേക്ക് പെട്ടെന്ന് അവളുടെ ലൈഫ് ഷിഫ്റ്റ് ആകുമ്പോൾ അതിന്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ട്. അതേപോലെ തന്നെ അന്നത്തെ ദിവസം ജോലിക്ക് പോകുന്ന അച്ഛൻ ക്ലീൻ ചെയ്യാനായി ഒരു റൂമിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ റൂമിലെ ആള് ചെക്ക് ഔട്ട് ചെയ്തു എന്ന് ചെക്ക് ചെയ്യാനായി റൂമിന്റെ ഡോറിൽ നോക്ക് ചെയ്യാറുണ്ട്. റെസ്പോൺസ് ഇല്ലാണ്ടാവുമ്പോൾ ആളില്ല എന്ന് ഉറപ്പിച്ച് റൂമിനകത്തേക്ക് കയറും. ഇപ്പോഴും അതേപോലെ തട്ടുമ്പോൾ അകത്ത് നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല, ഡോറ് തുറക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ആളില്ലാന്ന് കരുതി അകത്തേക്ക് ചെല്ലുമ്പോഴേക്ക് ആക്ച്വലി ആ റൂമിലെ താമസക്കാരി അവിടെ കുളിക്കുകയായിരുന്നു. അവരായിട്ട് കുളിച്ചു വരുമ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ സ്റ്റാഫിനെ കണ്ട് ഭയങ്കരമായി അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യുകയും അങ്ങനെ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട് സമയത്ത് ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന മൂമുവിനെ പിക്കാൻ പോലും അച്ഛന് സാധിച്ചില്ല. അങ്ങനെ അവൾ കുറെ ലേറ്റ് ആയി അച്ഛനെ വെയിറ്റ് ചെയ്ത് ഒരു ഷോപ്പിന്റെ അവിടെ കുത്തിയിരിക്കുകയും ഒത്തിരി ലേറ്റ് ആയിട്ടാണ് അച്ഛൻ അവളെ പിക്കാനെ എത്തുകയും ചെയ്യുന്നത്. എന്തായാലും അന്നാകട്ടെ ലോയർ മൂമുവിന്റെ അച്ഛനെ കണ്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഇൻഷുറൻസിന് വേണ്ടി ആക്സിഡന്റ് ഫേക്ക് ആയി ഉണ്ടാക്കി എടുക്കുന്ന ഒരു കാര്യമുണ്ട്. അതേ കണക്ക് ഇവർ ആവശ്യപ്പെടുന്ന ടൈം കുറച്ച് കാറ് ഡ്രൈവ് ചെയ്ത് ഫേക്ക് ആയി ഒരു ആക്സിഡന്റ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇൻഷുറൻസുകാരെ പറ്റിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യണം. ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല കാശും കിട്ടുമെന്നല്ല ആ ലേഡി പറയുമ്പോൾ മൂമുന്റെ അച്ഛൻ അതിനെ സമ്മതിക്കുന്നില്ല. പക്ഷെ പിന്നീട് മുന്നേ ഒരു റൂം ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നത്തിന്റെ പേരിൽ ഒരു മാസത്തിനകം അവിടെ നിന്ന് പോയേ പറ്റൂ, ഇനി അവിടെ ജോലി തരില്ല എന്ന് അവിടുത്തെ മാനേജർ പറയുമ്പോൾ ജോലിയും അതിന്റെ കെയർ ഓഫിൽ അവിടെ സ്റ്റോർ റൂമിലെ താമസവും രണ്ടും കൂടി ഇദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ പോവാണ്. പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുകയും താമസ സ്ഥലം കണ്ടെത്തുകയും തനിക്ക് എളുപ്പമുള്ള കാര്യമല്ല എന്നറിയുന്ന അദ്ദേഹം ആ മാനേജറിനോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴും അയാള് സമ്മതിക്കുന്നില്ല. തുടർന്ന് ആ കാറ് ആക്സിഡന്റ് ആക്കുന്ന ആ ഒരു ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നെല്ലാം ആ ലോയറിനോട് മൂമുന്റെ അച്ഛൻ അന്വേഷിക്കുമ്പോൾ $2000 കിട്ടും ഒരു തവണ. പക്ഷെ വളരെ റിസ്ക് ഉള്ള കാര്യമാണ്, നീ ഭയങ്കരമായി അപകടത്തിൽപ്പെടാനും സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരതിന്റെ നെഗറ്റീവ് വശങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ വഴിയില്ല. ഈ ഒരു ജോലി പോയാലും കുഞ്ഞിനെ നോക്കണ്ടേ, താമസിക്കാൻ ഒരു ഇടം വേണ്ടേ, അതുകൊണ്ട് റിസ്ക് എങ്കിൽ റിസ്ക് ഏറ്റെടുക്കാവുന്ന മൂമുന്റെ അച്ഛൻ കരുതുന്നു. ആ ഒരു ലോയർ ലേഡിയും അവരുടെ സുഹൃത്തായ ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു സ്റ്റാഫും ഒപ്പം തന്നെ ഒരു മെക്കാനിക് ഷോപ്പ് നടത്തുന്ന അവരുടെ മറ്റൊരു സുഹൃത്തും കൂടി ചേർന്നാണ് ഈ ഒരു ഫേക്ക് ആക്സിഡന്റ് നടത്തി തട്ടിപ്പുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇവരാണ് ലക്ഷറി കാർസ് ഒക്കെയാണ് ഇങ്ങനെ തട്ടിപ്പിന് ഇരയാക്കുന്നത്. ആകുമ്പോൾ കുറച്ച് അധികം തുക കിട്ടുമല്ലോ. അങ്ങനെ ഈ ഒരു ജോലി തുടർന്ന് അങ്ങോട്ട് മൂമുന്റെ അച്ഛൻ ചെയ്യുന്നുണ്ട്. രാത്രിയാണ് ഇദ്ദേഹം ആക്സിഡന്റ് ഉണ്ടാക്കാനായി പോകുന്നത്. ആക്സിഡന്റ് രാത്രി ചെയ്യേണ്ട ആ ഒരു കാറ് പകലെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കും. ആ ഒരു കാറുമായിട്ടൊക്കെയാണ് മൂമുനെ ഡ്രോപ്പ് ചെയ്യാനും പിക്ക് ചെയ്യാനും ഒക്കെ സ്കൂളിലേക്ക് അച്ഛൻ പോകുന്നത്. എന്തായാലും രാത്രി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് പകല് ഭയങ്കര ടയർഡായി ഫുൾ ഉറക്കം തൂങ്ങിയാണ് അച്ഛൻ ഇരിക്കുന്നത്. കൂടാതെ പകൽ അച്ഛൻ ഒരുങ്ങുന്ന ടീമൊക്കെ അച്ഛന്റെ ദേഹത്ത് മുറിപ്പാടുകൾ ശ്രദ്ധിക്കുന്ന മൂമു അച്ഛൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും എന്താണെന്ന് വ്യക്തമായി അവൾക്ക് അറിയില്ലല്ലോ. എന്തായാലും അങ്ങനെ ഇവർ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ ആക്ച്വലി ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട് മൂമു പലപ്പോഴും. അച്ഛൻ എന്തൊക്കെയോ കഷ്ടപ്പാടിലൂടെ കടന്നുപോയി തനിക്ക് വേണ്ടി ഒരുപാട്
ഒരുപാട് ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കുന്ന അവൾ ഇമോഷണൽ ആവുമ്പോ എനിക്ക് അതൊന്നും ഒരു വിഷമോ ബുദ്ധിമുട്ടോ ഒന്നും അല്ല മോളെ. എനിക്ക് ആകെപ്പാടുള്ള ഒരു സങ്കടം ഈ ലോകത്തെ മറ്റു ശബ്ദങ്ങളൊന്നും എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നതല്ല, മറിച്ച് നിന്റെ ശബ്ദം അതെനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ എന്നത് മാത്രം. എനിക്ക് വേറെ ഒരു സങ്കടവും ഇല്ലാന്നല്ല, അവൾ കൂടെ ഉള്ളിടത്തോളം കാലം താൻ ഹാപ്പി ആയിരിക്കും എന്ന് അച്ഛൻ അവളോട് പറയുന്നു. അങ്ങനെ എന്തായാലും അന്ന് രാത്രി ഈ ഒരു ആക്സിഡന്റ് ജോലിക്ക് വേണ്ടി അച്ഛൻ മൂമുനെ ഉറക്കി കിടത്തി പോകുമ്പോ ആക്ച്വലി ഉറങ്ങിയിട്ടില്ലാത്ത മൂമു അച്ഛൻ എവിടെ പോവുകയാണെന്ന് ഒരു ഡൗട്ട് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മനഃപൂർവ്വം ഉറങ്ങാതെ പതി അച്ഛനെ ഫോളോ ചെയ്തു പോകുന്നു. അച്ഛൻ ഒരു കാറിൽ ചെന്ന് കയറിയിരിക്കുന്നത് കണ്ടവൾ നൈസായി ആ ഒരു കാറിൽ ചെന്ന് കയറുന്നു. മകൾ കൂടെ ഉള്ളത് അറിയാതെ കാർ ആക്സിഡന്റ് പെടുത്താനായി ഭയങ്കര സ്പീഡിൽ അത് ഓടിച്ചു പോയി അവസാനം ഒരു വണ്ടിയുടെ നേരെ അത് ഇടിക്കാനായി ചെല്ലുമ്പോഴാണ് അച്ഛൻ എന്ത് ചെയ്യുന്നതെന്ന് മൂമു പെട്ടെന്ന് തോണ്ടുന്നതും മകൾ കാറിലുണ്ടെന്ന് കണ്ട് അദ്ദേഹം പതറുന്നതും കാർ സേഫ് ആയി നിർത്താനായി നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അതൊരു ആക്സിഡന്റിലാണ് അവസാനിക്കുന്നത്. തുടർന്ന് പരിക്കേറ്റിയ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന മൂമുവും പരിക്കേറ്റത് കണ്ട് ആകെ വെപ്രാളത്തിൽ അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് മൂമുവിന്റെ അമ്മ എത്തുന്നുണ്ട്. ഡോക്ടർ എന്താ പറയുന്നതെന്നൊന്നും ഈ അച്ഛന് കേൾക്കാൻ സാധിക്കില്ലല്ലോ. ആക്സിഡന്റിൽ മൂമുവിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു ഷോക്കിൽ അവൾ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് കെയറായി നോക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞു വിടുന്നത്. അങ്ങനെ മൂമുവിനും കൂട്ടി അമ്മ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോൾ എന്ത് പറ്റി എന്താ മോക്കെന്നൊക്കെ അച്ഛൻ ചോദിക്കുന്ന ടീം തൊട്ടു പോര് തന്നെ, മേലാൽ എന്റെ മോളുടെ മുന്നിൽ വന്നു പോരുത്, ഇവിടെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അമ്മ അവളെ ബലമായി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. മൂമു ആണെങ്കിൽ ആ ഒരു ഷോക്കിൽ ഇരുന്നുകൊണ്ട് തന്നെ അവൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. അങ്ങനെ തുടർന്ന് ആ ഒരു കേസ് സംബന്ധമായി ഒരു കൂടിക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൂമുവിന്റെ അച്ഛനും അമ്മയും ഉണ്ട്, പിന്നെ ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട ലോയേഴ്സും ഉണ്ട്. പ്രണയിച്ചാണ് ഇവർ വിവാഹം കഴിച്ചത്. ആ സമയത്തൊന്നും ഇദ്ദേഹം കാത് കേൾക്കാത്ത ഒരാളാണ് എന്നത് മൂമുവിന്റെ അമ്മയ്ക്കൊരു കുറവായിരുന്നില്ല. പക്ഷെ പിന്നീട് കുഞ്ഞുണ്ടായ ശേഷം മൂമു മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എപ്പോഴും അച്ഛനെ കണക്ക് സൈൻ ലാംഗ്വേജിലേക്കൊക്കെ അവളുടെ ലൈഫ് ഇങ്ങനെ മാറുന്നത് കണ്ടപ്പോഴാണ് ഇത് ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ ഈ ലൈഫിൽ നിന്നും പുറത്തു വരണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആയതെന്ന് പറയുന്നവർ മൂമുവിനെ തന്റെ കൂടെ തന്നെ വിടണം. മൂമുവിനെ ഇയാളുടെ കൂടെ വിട്ട അത് അവൾ ഒരിക്കലും സേഫ് ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ മൂമുവിനെ ഞാൻ പൊന്നു പോലെയാണ് നോക്കുന്നത്, പിന്നെ നിങ്ങൾ അവളോടും ചോദിച്ചു നോക്കുക, അവൾ തീർച്ചയായും എന്റെ കൂടെ വരണമെന്നേ പറയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞത് പ്രകാരം മൂമുവിനെ വിളിപ്പിക്കുന്നു. മൂമു അന്നത്തെ ആ ഒരു ആക്സിഡന്റിന് ശേഷം ഇതുവരെ സംസാരിച്ചിട്ടില്ല, പക്ഷെ അവൾക്ക് ഒരു പോറൽ പോലും ഇല്ലാന്ന് അവൾ ഇപ്പൊ കണ്ട് അച്ഛൻ ആശ്വാസമാവുന്നുണ്ടെങ്കിലും അവിടേക്ക് എത്തുന്ന മൂമുവിനോട് അച്ഛന്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അമ്മയുടെ കൂടെ പോകണമെന്നാണ് കൈ ചൂണ്ടുന്നത്. അച്ഛൻ ആകെ തകരുന്നുണ്ട്. എന്തായാലും അങ്ങനെ മൂമുവിനെ അമ്മയുടെ കസ്റ്റഡിയിൽ വിടുന്നു. തുടർന്ന് അമ്മയുടെ കൂടെ മൂമുവിന്റെ ലൈഫ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറെ നാളുകൾ കഴിഞ്ഞെങ്കിലും അവൾ ഇപ്പോഴും സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കൂടാതെ സ്കൂളിൽ മൂമിനെ കൊണ്ടുവിടുന്നതും വിളിക്കുന്നതും ഒക്കെ അമ്മയാണ്. അച്ഛൻ അവളെ കാണാനായി തോന്നുമ്പോൾ മുമ്പിൽ പോവാതെ ദൂരെ നിന്ന് ഒന്ന് കണ്ടുവരാറുള്ളൂ. അങ്ങനെ അമ്മയുടെ കൂടെ മൂമുവിന്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും അവൾ അമ്മയുടെ കൂടെ പോകണമെന്ന് ആവശ്യപ്പെട്ട് ഇങ്ങനെ വന്നതാണെങ്കിലും അവൾ ഒട്ടും തന്നെ ഹാപ്പി ആയിരുന്നില്ല. അവൾ അച്ഛനെ പറ്റി തന്നെയാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. ആക്ച്വലി താൻ അച്ഛന്റെ കൂടെ നിന്നാ തന്നെ നന്നായി നോക്കാനായി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഇപ്പൊ തന്നെ ആക്സിഡന്റ് സംഭവിച്ചില്ലേ, അതേപോലെ അച്ഛന്റെ ലൈഫ് റിസ്കിലാക്കാൻ നോക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മാറി നിൽക്കുന്നത്. അവൾ ഇങ്ങനെ തീരുമാനം എടുത്തതും അച്ഛന്റെ നന്മയോർത്ത് തന്നെയാണ്, അച്ഛനോടുള്ള അവളുടെ സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് ഇവിടെ കൊണ്ട് മനസ്സിലാക്കാം. എന്തായാലും അച്ഛൻ അവളെ കാണാതെ ഭയങ്കര സങ്കടത്തിലാണ്. അവൾ അച്ഛനെ കേൾക്കാൻ സാധിക്കില്ലെങ്കിലും ഈ നീലത്തിമിംഗലത്തിന്റെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ വായിക്കാറുണ്ടായിരുന്നു. അത് വെച്ച് ഇപ്പോ സൗണ്ട് ഉണ്ടാക്കി അവളെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അടുത്ത ദിവസം മൂമുവിനെ അമ്മ വിദേശത്തേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങാണെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് അവളെ അവസാനമായി ഒന്ന് കാണാനായി പോകുന്നുണ്ട്. മൂമുവും അച്ഛൻ എത്തുമെന്ന പ്രതീക്ഷയിൽ ചുറ്റിനും നോക്കുന്നുണ്ടെങ്കിലും അച്ഛനെ കാണാൻ പറ്റാതെ അവൾ അപ്സെറ്റ് ആവുന്നത് ദൂരെ നിന്ന് കാണുന്ന അച്ഛൻ ആ ഒരു ബ്ലൂ വെയിലിന്റെ ഇൻസ്ട്രുമെന്റ് കൊണ്ട് അവിടെ സൗണ്ട് ഉണ്ടാക്കി ഞാൻ ഇവിടെ ഉണ്ട് എന്ന സിഗ്നല് മൂമുവിന് നൽകുന്നു. അവൾക്ക് അപ്പോഴാണ് സത്യത്തിൽ സമാധാനമാകുന്നത്. തുടർന്ന് അവർ രണ്ടുപേരും സൈൻ ലാംഗ്വേജ് വഴി സംസാരിക്കാണ്. അച്ഛൻ എന്നോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല, എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ അച്ഛൻ അപകടത്തിൽ പെടരുത്, എനിക്ക് വേണ്ടി കഷ്ടപ്പെടരുത് എന്ന ഒരു കാരണം കൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ പോകുന്നത്, എനിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമെന്ന് അവൾ പറയുമ്പോൾ അങ്ങനെ നീ പറയില്ല, വിദേശത്ത് പോയി പഠിച്ചാൽ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും, മോള് സന്തോഷമായിട്ടിരിക്കണം, അത് അച്ഛനും ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും എനിക്ക് അച്ഛനെ അടുത്തൊന്ന് കാണണമെന്ന് അവൾ പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വാന്ന് അച്ഛനും പറയുന്നു. തുടർന്ന് രണ്ടുപേരും പരസ്പരം കാണാനായി ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തി മൂമുവിന്റെ അച്ഛനെ ബലമായി പിടിച്ചോണ്ട് പോകുമ്പോൾ മൂമു ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്റെ അച്ഛനെ വീട്, എന്റെ അച്ഛൻ പാവുന്നില്ല. അവൾ അവിടെ കിടന്ന് ബഹളം വെക്കുന്നു. ആക്സിഡന്റിന് ശേഷം സംസാരിക്കാതിരുന്ന അവൾ അപ്പോൾ അവിടെ ഉറക്ക അലമുറ ഇടുന്നുണ്ടെങ്കിലും അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു ഫേക്ക് ഇൻഷുറൻസിന്റെ പിറകിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും മൂമു അമ്മയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വേണ്ടിയാണ് അച്ഛൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തത്, എനിക്ക് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടെ ആക്കിയിട്ട് വരാൻ പറ്റില്ല എന്ന്. അമ്മയും ബലമായി അവളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാതെ അച്ഛനെ നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കാന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ കേസിന്റെ വിചാരണ ദിവസമാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ടീം മൂമു അച്ഛനെ അങ്ങനെ ഒരു കുറ്റവാളിയുടെ വേഷത്തിലൊക്കെ കണ്ട് ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട്. എന്തായാലും ഇതേ ടീം മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുന്നു. വിചാരണ ആരംഭിക്കുമ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആ ലോയറിനെയും ആ മെക്കാനിക് ഷോപ്പിന്റെ ഓണറിനെയും ഒക്കെ വെറുതെ വിടണം, ഞാൻ മാത്രമാണ് ഇതിൽ തെറ്റുകാരൻ, ഞാനാണ് ഇതിന് പിന്നിൽ ആളെന്ന് പറഞ്ഞ് എല്ലാ തെറ്റും മൂമുവിന്റെ അച്ഛൻ ഏറ്റെടുക്കുന്നുണ്ട്. അതിന് കാരണം ലോയർ ഓൾറെഡി ഈ തെറ്റെല്ലാം ഏറ്റെടുത്താൽ നല്ലൊരു തുക ഓഫർ ചെയ്ത് കുറ്റം ഏറ്റെടുത്താൽ മൂമുവിന് അത് ഗുണകരമാവും, മൂമുവിന് അത്രയും കാശ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ
പറഞ്ഞ് ഇയാളെ ബ്രെയിൻ വാഷ് ചെയ്തത് പ്രകാരം അയാൾ കുറ്റം ഏറ്റെടുക്കുമ്പോഴേക്കും മൂമുന് ഭയങ്കര സങ്കടാവുന്നുണ്ട്. അവൾ അവിടെ ഉറക്കി കിടന്ന് എന്റെ അച്ഛനെ ഇതിൽ കുടിക്കിയതല്ലേ, എല്ലാ സത്യം അറിയാവുന്നതല്ലേ മേഡത്തിന്, ഒന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞ് ആ ലോയറിനോട് പറഞ്ഞ് കരഞ്ഞു കൂവുമ്പോ മൂമുന്റെ സങ്കടം കണ്ട് അച്ഛനും പെട്ടെന്ന് കരയുന്നു. പെട്ടെന്ന് ആ ലോയർക്ക് മനസ്സലിയുകയും അവർ കോടതിയുടെ മുൻപാകെ കാത് കേൾക്കാൻ വയ്യാത്ത ഇയാളെ ഞങ്ങൾ വല വീശി പിടിച്ചതാ, ആക്ച്വലി ഈ പ്ലാനിൽ അയാൾ ഒരു ഇരയായിരുന്നു, അയാൾക്ക് ഇതിൽ ഒരു പങ്കും ഇല്ലാന്ന് പറഞ്ഞ് സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും കുറ്റം ഏറ്റെടുക്കുകയും മൂമുന്റെ അച്ഛന്റെ നിരപരാധിത്വം അവിടെ തെളിയിച്ച് അയാളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മൂമുന് ഒരുപാട് സന്തോഷമാവുന്നു. കൂടാതെ ഇതുപോലെ കാത് കേൾക്കാൻ പറ്റാത്ത ഒരുപാട് പേരെ തങ്ങൾ ഇങ്ങനെ ഇരയാക്കിയിട്ടുണ്ടെന്നും തങ്ങൾ ഇത് കാലാകാലങ്ങളായി ചെയ്യുന്നതാണെന്നും പറഞ്ഞ് തെറ്റെല്ലാം ഏറ്റെടുത്ത് ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായി അവരങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ടു പോകുന്നതിന് മുന്നേ മൂമുന്റെ അച്ഛനോട് മോളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. കാരണം ഈ അച്ഛന്റെയും മകളുടെയും സ്നേഹം കണ്ടാണ് അവർ സ്വയം രക്ഷപ്പെടാം എന്ന ഒരു ചിന്തയൊക്കെ മാറ്റിവെച്ച് തെറ്റ് ഏറ്റെടുത്ത് അങ്ങനെ ഇപ്പോൾ ഇയാളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും താൻ മനഃപൂർവ്വം അല്ലെങ്കിലും ഇതിന്റെ ഒരു ഭാഗമായി കാറൊക്കെ ഓടിച്ച് ആക്സിഡന്റിൽ പെടുത്തിയിരുന്നില്ലേ, അത് തെറ്റ് തന്നെയാണ് എന്ന് കോടതിയിൽ ഏറ്റു പറയാനുള്ള മനസ്സ് മൂമുന്റെ അച്ഛൻ അവിടെ കാണിക്കുന്നുണ്ട്. എല്ലാം ചെയ്തത് എന്റെ മകൾക്ക് വേണ്ടിയാ, അവൾ നന്നായി ജീവിക്കണമെന്ന് കരുതിയ. മറ്റുള്ള സാധാരണ അച്ഛന്മാരെ കണക്കല്ലല്ലോ ഞാൻ, എനിക്ക് കാതും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല, എന്റെ മകൾ ഞാൻ കാരണം കഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ ഞാൻ ചെയ്തു പോയതാ, എന്തായാലും ആ തെറ്റിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന അച്ഛൻ കോടതി സമക്ഷം തന്നെ മൂമുവിനെ നോക്കി അവളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നെന്നും അവളുടെ ശബ്ദമാണ് താൻ ഏറ്റവും കേൾക്കാനായി ആഗ്രഹിക്കുന്ന ശബ്ദമെന്നും അത് തനിക്ക് ഇതുവരെ നേരിട്ട് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് അവൾ തനിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞത് തനിക്ക് ഹൃദയം കൊണ്ട് കേൾക്കാൻ സാധിച്ചു എന്നും പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോൾ അവളും ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്കിന് ശേഷം ഇപ്പൊ നമ്മൾ വീണ്ടും വലിയ കുട്ടിയായി മാറിയിരിക്കുന്ന മൂമുവിനെ കാണുമ്പോൾ മൂമു ഈ കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആളുകളോട് പറയാണ് അവളുടെ ആ ഒരു ലൈഫ് സ്റ്റോറിയെ പറ്റി. അന്ന് അച്ഛനെ 6 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കാലയളവിൽ അച്ഛൻ ജയിലിലുള്ളപ്പോൾ മൂമു വിദേശത്തേക്ക് അമ്മയുടെ കൂടെ പോയി. അങ്ങനെ അച്ഛൻ ആഗ്രഹിച്ച കണക്ക് വിദേശത്ത് നല്ല രീതിക്ക് പഠിച്ച് തിരിച്ച് ഇപ്പൊ നാട്ടിലേക്ക് എത്തിയ അവൾ അച്ഛൻ ആഗ്രഹിച്ച കണക്ക് തന്നെ അച്ഛനെ പോലെ കാതൊന്നും കേൾക്കാൻ സാധിക്കാത്തവരെ സഹായിക്കുന്ന ഒരു സൈഡ് ട്രാൻസ്ലേറ്ററായി വർക്ക് ചെയ്യുന്നു. കൂടാതെ ഇപ്പൊ തന്നെ ആ ഒരു ഷോപ്പ് ഓണർ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയ ആ ലേഡിയെ ഷോപ്പ് ഓണർ അവരെ ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ അവരതിന് വഴങ്ങാത്തതിന്റെ പേരിലാണ് അയാൾ ഇങ്ങനെ കള്ളക്കേസിൽ കൊടുക്കുന്നതെന്ന് തെളിവ് സഹിതം കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഹാജരാക്കി അവരെ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവൾക്ക് സാധിക്കുന്നു. അങ്ങനെ മൂമു എന്ന ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ പറഞ്ഞ ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.